നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഫെമിന. ഞാനിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റത്തെ മൊഡ്യൂളിലെ ഒരു പോർഷനാണ് ലിമിറ്റ്സ് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി റിലേഷൻസ് അതുപോലെ തന്നെ ഫങ്ഷൻസ് ഈ രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. റിലേഷൻസും ഫങ്ഷൻസും ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമുക്കുള്ളത് ലിമിറ്റ്സ് ആണ്. ലിമിറ്റ്സ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്, പിന്നെ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ലിമിറ്റ്സ് തൊട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ? നമ്മൾ കേട്ടിട്ടുണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിധി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച്, ആ റേഞ്ചിനുള്ളിലുള്ള ആ ഒരു പർട്ടിക്കുലർ വാല്യൂ, ആ ഒരു പരിധിക്കുള്ളിലുള്ള ഒരു വാല്യൂ, അതാണ് സിംപ്ലി ലിമിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ ആദ്യം എന്താണെന്ന് നോക്കാം. The limit of a function is a fundamental concept in calculus and mathematical analysis describing the behavior of a function as its input approaches a particular value. ഡെഫിനിഷൻ കണ്ടിട്ട് ആരും വറീഡ് ആകണ്ട, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് ഫംഗ്ഷൻ, എന്താണ് ഫംഗ്ഷൻസിനകത്തുള്ള റിലേഷൻസ് എന്താണെന്നൊക്കെയുള്ള കാര്യം ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളൊരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇതെന്ന് പറയുന്നത്, ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ, നമ്മൾ ഫംഗ്ഷന് ഇൻപുട്ടായിട്ട് വാല്യൂസ് കൊടുക്കില്ലേ? ഫംഗ്ഷൻ്റെ ഒരു ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത്, നോക്ക്, ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് ഇൻപുട്ട് അപ്രോച്ചസ് എ പർട്ടിക്കുലർ വാല്യൂ. ദ ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ അല്ലേ, ബിഹേവിയർ ഓഫ് എ ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് ഇൻപുട്ട് അപ്രോച്ചസ് എ പർട്ടിക്കുലർ വാല്യൂ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഫംഗ്ഷൻ്റെ ബിഹേവിയറൽ ചേഞ്ച് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ സിംപ്ലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമ്മൾ ഈ കാൽക്കുലസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ടേം ആണ് സിംപ്ലി ലിമിറ്റ് എന്ന് പറയുന്നത്. എന്താണ് കാൽക്കുലസ്? കാൽക്കുലസ് എന്താ? നമ്മൾ ഇത്രയും കാലം, അതായത് ഒരു 10th ലെവൽ വരെയൊക്കെ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെയല്ലേ കൂടുതൽ പഠിക്കുന്നത് അല്ലേ. നമ്മൾ ഒരു +1 +2 ലെവലിലോട്ടൊക്കെ വരുമ്പോഴാണ് ഈ കാൽക്കുലസ് പരിചയപ്പെടുന്നത് കേട്ടോ. അതായത് കാൽക്കുലസിൽ വരുന്നതാണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അഡിഷൻ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ഹൈ ലെവലായിട്ടുള്ള ഒരു ഇതാണ് മെത്തേഡ്സ് ആണ്. മാത്സിലുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, കാൽക്കുലസിൽ വരുന്നൊരു ടേമാണ് ലിമിറ്റ്സ്. തൽക്കാലം അത്രയും മനസ്സിലാക്കി വെച്ചിരിക്കാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഓരോ കോൺസെപ്റ്റ് പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് സിംപ്ലി ലിമിറ്റ് എന്നുള്ള കാര്യം മനസ്സിലായോ? വേറൊന്നുമില്ല, നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷന് നമ്മളൊരു ഇൻപുട്ട് വാല്യൂ കൊടുക്കും. ആ ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ബിഹേവിയറലായിട്ടുള്ള ചേഞ്ച്, അതിനെയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി പുട്ട് എ ഫംഗ്ഷൻ f(x) ഹാസ് ലിമിറ്റ് L at x is equal to a if as x gets closer to a the value of f(x) approaches to L. ഞാൻ പറയുവാണ്, നോക്കിക്കേ, ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ലിമിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. L എന്ന് പറയുന്നൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അറ്റ് x is equal to a, x is equal to a എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് x get closer to a the value of f(x) approaches to L. നോക്കിക്കേ, സിംപ്ലി ഈ L എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നമ്മൾ ഈ f(x) എന്ന് പറയുന്ന ഫംഗ്ഷന് ഇൻപുട്ടായിട്ട് നമ്മൾ a എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ലിമിറ്റാണ് ആ L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അടുത്തതാണ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പം ലിമിറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, എന്താണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നറിയാമോ? നോക്കിക്കേടെ, ഞാൻ പറഞ്ഞു, ഇപ്പം ഇത് നോക്കിക്കേ, ഇത് f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് ഇപ്പം a എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള അല്ലേ ആ ഫംഗ്ഷൻ്റെ ബിഹേവിയർ, ആ ബിഹേവിയറിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൊന്ന് ആലോചിച്ച് നോക്കിയിടേ നിങ്ങൾ. ഇപ്പോൾ എൻ്റെ ബിഹേവിയർ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആർക്കായിരിക്കും? ഇപ്പം എൻ്റെ പേരൻസിനോ എൻ്റെ സിബ്ലിങ്സിനോ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ എൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുപോലെയല്ലേ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും കാര്യം?
അതുപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് എ എന്ന് പറയുന്ന വാല്യൂവിലുള്ള അതിൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ എയോട് ഡയറക്റ്റ് ചോദിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ എന്നോട് ഡയറക്റ്റ് ആണോ ചോദിക്കുന്നത് എൻ്റെ സ്വഭാവം എന്താണെന്ന്? അല്ല, പകരം ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ ബിഹേവിയർ അറിയാൻ നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, എയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാം അല്ലേ, അല്ലെങ്കിൽ എയിൽ നിന്ന് റൈറ്റിലോട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടും ചോദിക്കാം. ഇങ്ങനെ രണ്ട് രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് അതിൻ്റെ ബിഹേവിയർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ എയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ അതിനെ പറയാമെന്നറിയാമോ? എ മൈനസ്. മനസ്സിലായോ? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. എ മൈനസ് എന്ന് പറയും. ലെഫ്റ്റിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ എ മൈനസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി, എയുടെ ക്യാരക്ടർ അറിയാനായിട്ട് അല്ലെങ്കിൽ എയുടെ ബിഹേവിയർ അറിയാനായിട്ട് എയുടെ റൈറ്റിലോട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് എ പ്ലസ്, കണ്ടോ, എ പ്ലസിനോട് ചോദിച്ചാലും കിട്ടും, എ മൈനസിനോട് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള ബിഹേവിയർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടെ? നമ്മൾ ഈ ലിമിറ്റ് എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? കണ്ടോ, ലിമിറ്റ് നമ്മൾ എല്ലാം ഇപ്പോഴും എഴുതുന്നത് ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന കണ്ടോ ഇങ്ങനെയാണ്, LIM. ഇപ്പം ഞാൻ പറയുവാണ് എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു, കണ്ടോ, എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് ലെഫ്റ്റിലോട്ടുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഉള്ള കാര്യമാണ് എ മൈനസ് ആയതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാലും എന്താണ്, എയുടെ ഒരു ബിഹേവിയർ നമുക്ക് കിട്ടും, എക്സ് ടെൻസ് ടു എ മൈനസ്. കണ്ടോ, അപ്പോൾ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ LHL. കണ്ടോ, ലെഫ്റ്റിലോട്ടല്ലേ, എ മൈനസ് അല്ലേ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ LHL എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഇനി എയുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ, എഫ് ഓഫ് എക്സിൻ്റെ എയിലുള്ള ക്യാരക്ടർ അറിയണമെങ്കിൽ എന്താണ്, റൈറ്റിലുള്ള ആൾക്കാരോട് ചോദിച്ചാലും കിട്ടത്തില്ലേ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാടെ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ എങ്ങനെ എഴുതി? LIM ലിമിറ്റ് എക്സ് ടെൻസ് ടു. കണ്ടോ, ഈ ആരോ മാർക്ക് ഇട്ട് ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വായിക്കുന്നത് ടെൻസ് ടു എന്നാണ്. കണ്ടോ, എക്സിന് ആ ഒരു ടെൻഡൻസി, ആ ഒരു പ്രവണതയുണ്ട് അല്ലേ, അതിലോട്ട് അടുക്കാനുള്ള, എ മൈനസിനോട് അടുക്കാനുള്ള ഒരു പ്രവണത ടെൻസ് ടു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് ഞാൻ പറഞ്ഞു, LHL. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ എങ്ങനെ എഴുതാം നോക്കിക്കേ, എങ്ങനെ ആയിരിക്കും? ഇതുപോലെ തന്നെ. എങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് അല്ലേ, എ പ്ലസ് എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇതാണ് എന്ത്, ഇതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഈ ഫംഗ്ഷൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് കേട്ടോ. എ പ്ലസ് ആയി ഉണ്ടോ, എയുടെ റൈറ്റ് സൈഡിലോട്ടുള്ളതല്ലേ എ പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും, എ മൈനസ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വരുമ്പോഴുമാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. നോക്കിക്കേ, വി സേ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ given the value of f near x to the left of a. This value is called left hand limit of a. മനസ്സിലായോ? നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൊടുത്തുവെന്നേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്, വേറെ ഒന്നുമില്ല. കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയും കണ്ടൊന്നും പേടിക്കേണ്ട ആരും. കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, ക്ലിയർ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് എന്ന് വെച്ചാൽ എന്താണ്, എ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ലെഫ്റ്റിൽ നിന്ന് അടുക്കുമ്പോൾ ഉള്ള ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതും. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെയാണ് നമ്മൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. കണ്ടോ, ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. അങ്ങനെ നമ്മളൊരു കണക്ക് ചെയ്യുവാണ്. ഓക്കെ, ഒരു കാര്യം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഈ LIMന് പകരം നമുക്ക് LT ഇട്ട് എഴുതാം കേട്ടോ. LT എന്നിട്ടാലും മതി. ഓക്കെ, LT എക്സ് ടെൻസ് ടു എ മൈനസ്
എഫ് ഓഫ് എക്സ് ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ ഞാൻ പറഞ്ഞേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതല്ലേ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ആണല്ലോ, ആണ്. ഇനി നോക്കിക്കേടെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ക്യാരക്ടർ അറിയണമെങ്കിൽ എൻ്റെ പാരൻസിനോടോ ഞാനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോടോ ചോദിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് എൻ്റെ ക്യാരക്ടർ അറിയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റിനോട് ചോദിക്കുമ്പോഴും എൻ്റെ ക്യാരക്ടർ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറയുവാണ്, ഈ രണ്ട് പേരെയും, അതായത് ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് പേരെടുത്ത് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ താമസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സായിട്ട് കുറച്ച് പേരെടുത്ത് ചോദിച്ചു, ഇനി എൻ്റെ പേരൻസിൻ്റെ അടുത്തും ചോദിച്ചു. അപ്പോൾ രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴും എനിക്ക് ഒരേപോലത്തെ, അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് ഒരേപോലത്തെ റെസ്പോൺസ് ആണ് കിട്ടിയെന്നിരിക്കട്ടെ. രണ്ട് പേരെടുത്ത് ചോദിച്ചപ്പോഴും ഒരേപോലത്തെ റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ്, പുറത്തുനിന്ന് വന്ന് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് തിരക്കിയത്, അപ്പോൾ നിങ്ങൾക്ക് ഒരേപോലത്തെ റെസ്പോൺസ് ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താ, അപ്പോൾ അതായിരിക്കും എൻ്റെ കറക്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതായിരിക്കും ആൾ. രണ്ടുപേരും ഒരേപോലത്തെ റിപ്ലൈ അല്ലേ തന്നത്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വരികയാണെങ്കിൽ, ഞാൻ പറയുവാണ് എന്ത്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. എന്താണ്, ഇഫ് LHL ഈസ് ഈക്വൽ ടു RHL ആണെങ്കിൽ നമുക്ക് എന്ത് പറയാടേ, ലിമിറ്റ്സ് എക്സിസ്റ്റ് എന്ന് പറയാം. അവിടെ ലിമിറ്റ് ഉണ്ട്, കണ്ടോ. അപ്പോൾ എന്തായിരിക്കും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷൻ? LHLും RHLും രണ്ടും സെയിം അല്ല. സെയിം അല്ലാതെ വരുന്ന കണ്ടീഷൻ ലിമിറ്റ് ഉണ്ടാവോ? ഇല്ല. മനസ്സിലായോ? കേട്ടോടെ, ഇഫ് LHL is equal to RHL then limit exists. Then we can say that limit f of x equal to x tends to a. കണ്ടോ, അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു. എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം? നമ്മൾ പിന്നെ അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് നമുക്കൊരു വാല്യൂ കിട്ടി. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് നമുക്ക് വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂവും സെയിം ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിമിറ്റ് എക്സസ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ് മൈനസ് എന്നും എക്സ് പ്ലസ് എന്നൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മനസ്സിലായി, സ്ഥിരമായ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മൾ പിന്നെ സംശയത്തിൻ്റെ കാര്യമില്ല. പിന്നെ നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ലിമിറ്റ് എക്സസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. കണ്ടോ, ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് ഡയറക്റ്റ്ലി എഴുതാം. പിന്നെ എ മൈനസിൻ്റെയും എ പ്ലസിൻ്റെയും ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പോണത് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ്, ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. എന്താണ് ലിമിറ്റ്സിൻ്റെ ഓൾജിബ്ര എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് എന്താടേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഇതൊക്കെയല്ലേ സിംപ്ലി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പം ഞാൻ രണ്ട് ലിമിറ്റ്സിൻ്റെ കേസ് എടുക്കുക. കണ്ടോടെ, ഇപ്പം രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. കണ്ടോ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് ഇരിക്കട്ടെ. എന്താണ്? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുന്നതാണ് അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിന് ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് അല്ലേ. അതായത് ഇൻഡിവിജ്വലായിട്ട് രണ്ടുപേരുടെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായോ? അതാണ് സം ലോ ഫോർ ലിമിറ്റ്സ്. കണ്ടോ, രണ്ട് ലിമിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്ന നിയമം അഥവാ സം ലോ ഓഫ് ഫോർ ഡിജിറ്റ് സം ലോ ഫോർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്കിത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ക്ലിക്ക് ആവും. അടുത്ത് നോക്കിക്കേടെ, ഡിഫറൻസ് ലോ ഓഫ് ലിമിറ്റ് അപ്പോൾ എന്തായിരിക്കും? രണ്ട് ലിമിറ്റുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് രണ്ടുപേരുടെയും, അതായത് ഓരോരുത്തരുടെയും ലിമിറ്റ് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായോ? എളുപ്പമല്ലേ? സമ്മ് പോലെ തന്നെ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് വന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നോക്കിക്കേ,
കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ്. മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ് എന്തായിരിക്കും? ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തതുപോലെ തന്നെ ആണോ? നോക്കിക്കേ, ലിമിറ്റ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. അതെന്തുവാടേ? നോക്കിക്കേ, ഇത്രയും നേരം നമ്മൾ ചെയ്ത പോലാണോ? ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത്രയും നേരമാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എടുത്ത് രണ്ട് പേരുടെ ആഡ് ചെയ്തതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിരുന്നെങ്കിൽ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി ലിമിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യുവാണ് ചെയ്തത്. ഇനി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, കണ്ടോ, സി ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്തേ? അവിടെ കോൺസ്റ്റന്റിന് നമ്മൾ ലിമിറ്റ് ഒന്നും കണ്ടുപിടിക്കണ്ട. ആ കോൺസ്റ്റന്റിനെ ഇനി പുറത്ത് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, സി ഇഞ്ഞ് മാറ്റി വെച്ചിട്ട് ആ ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. എന്താണ്? കോൺസ്റ്റന്റ് ഇഞ്ഞ് മാറ്റി വെച്ചിട്ട് കണ്ടോ, സി ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, കണ്ടോ, ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. കോൺസ്റ്റന്റ് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ക്ലിയർ ആണോ? അതാണ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ലോ ഫോർ ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തപ്പോൾ എന്താണ്? ഇനി അടുത്തത് പ്രോഡക്റ്റ് ലോ ഫോർ ലിമിറ്റ്. രണ്ട് ലിമിറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ലോയെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും പ്രോഡക്റ്റ് ലോ? സിംപ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ? രണ്ട് ഫങ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ ലിമിറ്റ് കണ്ടുപിടിക്കുക. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് അല്ലേ? എളുപ്പമല്ലേ? മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? ഓക്കെ, അതാണ് പ്രോഡക്റ്റ് ലോ ഫോർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, കോഷ്യന്റ് ലോ ഫോർ ലിമിറ്റ്. എന്തായിരിക്കും കോഷ്യന്റ് ലോ? കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡിവിഷൻ അല്ലേ കോഷ്യന്റ്? അപ്പൊ കോഷ്യന്റ് ലോ ഫോർ ലിമിറ്റ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫംഗ്ഷനെയും ലിമിറ്റ് എടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവരെ ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് ആയിരിക്കും. മനസ്സിലായോ? ഈസി അല്ലേ? എളുപ്പമല്ലേ? നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു പാടുമില്ല. ലിമിറ്റ് വളരെ ഈസിയാണ് കേട്ടോ. ചെറിയൊരു ഐഡിയ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പത്തിന് നമുക്ക് പടപടാ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇതൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ എഴുതിയിട്ട് ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതുന്നുണ്ടല്ലോ, അത് ഞാൻ ഒന്നും എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും കേട്ടോ. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ ചെയ്യുവാടാ? ലിമിറ്റ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ ചെയ്യും? അതായത് എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 2, 2വിനോട് അടുക്കുമ്പോൾ, ടെൻസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ടെൻസ് ടു എ എന്താ പറഞ്ഞേ? എയിനോട് അടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എ എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 എന്നാണോ അർത്ഥം? 2 അല്ല, 2വിനോട് അടുക്കുകയാണ്. അതായത് ഒന്നുകിൽ 2വിനേക്കാൾ ചെറിയ വ്യത്യാസമുള്ള സ്ലൈറ്റ്ലി കൂടിയ വാല്യൂസ് ആവാം, അല്ലെങ്കിൽ 2വിനേക്കാൾ ചെറുതായി കുറഞ്ഞ വാല്യൂസ് ആവാം. എക്സാക്ട്ലി 2 അല്ല. മനസ്സിലായോ? അതാണ് ടെൻസ് ടു 2 അല്ലെങ്കിൽ ടെൻസ് ടു എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 1 എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ചെയ്യുന്നറിയാമോ? നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ് ചെയ്യാൻ. ഇവിടെ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ 2വിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെയായിരുന്നു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇങ്ങനെയല്ലായിരുന്നോ നമ്മൾ പഠിച്ചത്? ഇവിടെ അതിന് പകരം എന്താ കിടക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിന് പകരമാണ് ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 1 കൊടുത്തേക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴെന്താ? 2 സ്ക്വയർ മൈനസ് 1. 2ൻ്റെ സ്ക്വയർ എത്രയാടേ? 2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 2 4. 4 മൈനസ് 1. 4 മൈനസ് 1 എത്രയാണേ? 3 അല്ലേ? സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ ആൻസർ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4 എങ്ങനെ വരും? ലിമിറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
എക്സ് ടെൻസ് ടു 2x² -4. നമ്മുടെ ബേസിക് ഫോർമുല എങ്ങനെയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ്. അതുപോലെ തന്നെ അല്ലേ? അപ്പം എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x² -4 അല്ലേ? അപ്പോൾ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുത്താൽ മതി. 2² -4. 2ന്റെ സ്ക്വയർ എത്ര? 4 അല്ലേ? 4 -4. അപ്പം എന്ത് വരും ഇവിടെ? 0 വരും. 0 അല്ലേ? നമുക്ക് എന്താ വന്നേ? ലിമിറ്റ് x² -4 എക്സ് ടെൻസ് ടു 2x² -4ന്റെ വാല്യൂ നമുക്ക് 0 വന്നു. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇത് കണ്ട് സന്തോഷിക്കൊന്നും വേണ്ട. വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതേ. വേറൊന്നുമില്ല, നമ്മൾ അത് ചെയ്യുന്ന ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ. ഇത്രയും നേരം നമ്മൾ എക്സും എയും ഒക്കെ വെച്ചിട്ടാണ് കണ്ടത്. ഇപ്പം നോക്കിക്കേ, ലിമിറ്റ് r ടെൻസ് ടു 1 πr². എന്താണ്? r ടെൻസ് ടു 1 πr². എക്സോ വൈയും തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് വാല്യൂസ് വരാം, ഏത് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. നോക്കിക്കേ, ലിമിറ്റ് r ടെൻസ് ടു 1 πr² അല്ലേ? ആറിൻ്റെ വാല്യൂ 1ലേക്ക് അടുക്കുമ്പോൾ πr² വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം? ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ π × r². 6 കാണുന്നിടത്ത് 1 ഇട്ട് കൊടുക്കുക. π × 1². സോ π × 1 എന്താ? π തന്നെയല്ലേ? സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? π എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നോക്കിക്കേ, ഫൈൻഡ് f of x is equal to 2x plus 3 if x less than or equal to 0 and 3 into x plus 1 if x greater than 0. അങ്ങനല്ലേ? നോക്കിക്കേടേ, ഞാനേ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കാര്യവും പറഞ്ഞു, റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ കാര്യവും പറഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ഇതിന് മുന്നേതാ ഇപ്പോൾ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഒന്നിലും ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. ചുമ്മാ ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതല്ലേ ഉള്ളൂ. ഡയറക്റ്റ് എക്സ് ടെൻസ് ടു എന്താണോ ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതല്ലേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് അത്? എന്താണ്? അവിടെയൊക്കെ നമുക്ക് ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ ഫംഗ്ഷൻ, ഒരു റേഞ്ചിൽ ഒരു ഫംഗ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേടാ, ഇവിടെ 2 റേഞ്ചില്ലേ? അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 2x + 3 ആകും. എപ്പോഴാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് 2x + 3 ആണ്. അതുപോലെ തന്നെ എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ 3 × x + 1 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് വേണം ഇവിടെ? ഇവിടെയാണ് നമ്മൾ രണ്ടും കണ്ടുപിടിക്കാനുള്ളത്. ഏതൊക്കെ? LHL കണ്ടുപിടിക്കണം, RHL കണ്ടുപിടിക്കണം. നമുക്ക് നോക്കിയാലോ. അപ്പം ഞാൻ ആദ്യം LHL RHL ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണേ. അപ്പോൾ LHL എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ്. നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് എഫ് ഓഫ് എക്സിന് കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ടുള്ള വാല്യൂ A- എന്നല്ലേ പറഞ്ഞത്? ആണ്. റൈറ്റിൽ നിന്നുള്ള വാല്യൂ എന്താ ഞാൻ പറഞ്ഞത്? A+ അല്ലേ പറഞ്ഞത്? ആണ് അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്നുള്ളത് A-, അതായത് ലെഫ്റ്റിൽ നിന്നുള്ളതെന്ന് പറയുമ്പം ലെസ് ദാൻ ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേടാ, നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ വാല്യൂ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന എപ്പോഴാ? വരുന്ന സമയത്തുള്ള ഫംഗ്ഷൻ ഏതാ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 ആണ് അല്ലേ? അങ്ങനെയല്ലേ കൊടുത്തേക്കുന്ന. അപ്പം നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നോക്കിക്കേ, ഞാൻ എഴുതുന്നത് ശരിയാണോ നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എന്താണ്? നമ്മുടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ 0 അല്ലേ? 2 സ്ഥലത്തും 0 തന്നെയല്ലേ? അപ്പോൾ എന്താണ്? എക്സ് ടെൻസ് 0 അല്ലേ? ലെസ് ദാൻ അല്ലേ? ലെസ് ദാൻ 0 അല്ലേ? അപ്പോൾ 0- കണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0- എന്തെഴുതാം? 2x + 3 കണ്ടോ? ഇങ്ങനെയാ ചെയ്യുന്നേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0- എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിന് പകരം 2x + 3 കൊടുത്തു. ഇനി എന്ത് വേണം? ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കാണുന്നിടത്തെല്ലാം 0 ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? നേരത്തെ അങ്ങനെയല്ലേ ചെയ്താ? എഫ് ഓഫ് എക്സ് എക്സ് ടെൻസ് ടു A- അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിട്ട് എക്സ് കാണുന്നിടത്തൊക്കെ A ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലിമിറ്റ് കിട്ടി. ലിമിറ്റ് എക്സ് ടെൻസ് 0- 2x + 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എക്സ് കാണുന്നിടത്ത് അങ്ങ് 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതും? ലിമിറ്റ്
എക്സ് ടെൻസ് ടു 0 മൈനസ് എന്താ 2x + 3 2 ഇൻറ്റു എക്സിന് പകരം 0 + 3 2 × 0 എന്താണ് 0 + 3. അപ്പം നമുക്ക് എന്താ വന്നത് നോക്കിക്കേ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എന്താണ് f(x) അല്ലെങ്കിൽ 2x + 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എന്താ വന്നേ നമുക്ക് 3 എന്ന് വന്നു അല്ലേ. അതായത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ വാല്യൂ അവിടെ 3 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ, അത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കിക്കേടാ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു അല്ലേ എക്സ് ടെൻസ് ടു 0+ ആവണ്ടേ അല്ലേ. 0യുടെ റൈറ്റ് സൈഡിലുള്ളത് ഇപ്പോൾ ഇവിടെ a ആണെങ്കിൽ a+, ഇവിടെ ഇപ്പോൾ 0 ആണെങ്കിൽ 0+ വേണം. അത് എക്സിൻ്റെ വാല്യൂ 0ത്തേക്കാൾ കൂടുതലാകണം. കണ്ടോ എക്സ് ടെൻസ് ടു 0+. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0+ വരുന്ന സമയത്ത് എന്താണ് വാല്യൂ 3 × x + 1 അല്ലേ 3 × x + 1. ഓക്കെ അല്ലേ. അപ്പോഴോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + 3 × x + 1 എക്സ് കാണുന്നിടത്ത് 0 ഇട്ട് കൊടുക്കാം 3 × 0 + 1 എന്ന് വരും. എന്ത് വരും ചെയ്യുമ്പോൾ 3 × 0 0 വരും 3 × 1 1 0 + 3 നമുക്ക് എന്താ ആൻസർ വരുന്നേ 3 എന്ന് വന്നു. അപ്പം നോക്കിക്കേ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ എത്ര വന്നത് ആൻസർ ഫൈനലി 3 വന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്തപ്പോഴും നമുക്ക് എത്ര വന്നത് 3 വന്നു അല്ലേ. നോക്കിക്കേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്താ അതായത് ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ചോദിച്ചപ്പോൾ എൻ്റെ എല്ലാവരും എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരും പേരൻസും എല്ലാം ഒരേപോലെയാണ് പറയുന്നതെങ്കിൽ അതാണ് എൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ സെയിം ആയിട്ട് വന്നില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൺഫേം ചെയ്ത് പറയാം? അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2x + 3 അല്ലെങ്കിൽ f(x) എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2x + 3 അല്ല f(x) ആ ഫംഗ്ഷൻ്റെ എക്സ് ടെൻസ് ടു 0യിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 3 ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ എന്താടാ LHL = RHL ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. കണ്ടോ LHL = RHL ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു രണ്ടുപേരും ഒരേപോലെ വന്നു. നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് LHLും RHLും ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ലിമിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ a- എന്നും a+ എന്നൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? പിന്നെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എങ്ങനെ എഴുതിയത്? നേരത്തെ രണ്ടുപേരുടെയും LHLും RHLും ഈക്വൽ ആയിട്ട് വന്നപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു a - അല്ല a+ അല്ല ലിമിറ്റ് എക്സ് ടെൻസ് ടു a f(x) എന്നല്ലേ എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു a അല്ലേ f(x) അല്ലേ. ഇവിടെ എന്താണ് ഇവിടെ എക്സ് ടെൻസ് ടു 0 f(x) ഇവിടെ എന്താണ് = 3 ആണ്. 3 അല്ലേ നമുക്ക് കിട്ടിയ ആൻസർ. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. എന്താണ് നമ്മൾ ചെയ്തൊന്നുകൂടെ നോക്കിക്കേ. നമുക്കിവിടെ ഫംഗ്ഷനകത്ത് 2 വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എക്സിൻ്റെ വാല്യൂ <= 0 വരുമ്പോഴൊരു വാല്യൂവും എക്സിൻ്റെ വാല്യൂ <= 0 വരുമ്പോഴൊരു വാല്യൂവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കേസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ LHLും കണ്ടുപിടിച്ചു RHLും കണ്ടുപിടിച്ചു. രണ്ടും കൂടി കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടും ഈക്വൽ ആണെന്ന് സെറ്റ് ചെയ്തു അല്ലേ. രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് LHLും RHLും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? അതിൻ്റെ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാം. എന്താ ലിമിറ്റ് x² - 4 / x - 2 when x tends to 2. നോക്ക് ലിമിറ്റ് x tends to 2 x² - 4 / x - 2. കണ്ടോ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത ആ ഒരു പരിചയത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനില്ല. ഞാൻ പറയട്ടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഈ എക്സ് കാണുന്നിടത്തൊക്കെ അങ്ങ് 2 കൊടുക്കും അല്ലേ. നിങ്ങളല്ല ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ആദ്യം അങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം എന്ത് വേണം? എക്സ് കാണുന്നിടത്തെല്ലാം ഈ 2 അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരുവാടാ 2² അല്ലേ. 2² - 4 / 2 - 2 എന്ന് വരും. ഇങ്ങനല്ലേ 2² - 4 / 2 - 2 എന്ന് വരും. 2² എന്താണ് 4 ആണ്. 4 - 4 / 2 - 2 0. സോ നമുക്ക് എന്ത് വന്നു? 0 / 0 എന്ന് വന്നു. അപ്പോൾ ഇതാണോ ഇതിൻ്റെ ആൻസർ? നിങ്ങൾക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു
എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് 0/0 ആണോ? നോക്കിക്കേ, നമ്മളെ മാത്സിൽ നമുക്ക് 0/0 എന്ന് പറയുന്ന ഒരു ഫോമിലിട്ട് നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. 0/0 അല്ലെങ്കിൽ എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 എന്താണ്? ഇൻഫിനിറ്റി അല്ലേ, നോട്ട് ഡിഫൈൻഡ് അല്ലേ? സോ നമുക്ക് ഒരിക്കലും ലിമിറ്റിൽ 0/0 അല്ലെങ്കിൽ 1/0 2/0 അത് പോട്ടെ, എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 അങ്ങനെ ഒരു ഫോമിൽ നമുക്ക് ഒരിക്കലും ലിമിറ്റിൽ അത് എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് വേണം? അതിനെ വേറൊരു ഫോമിലോട്ട് മാറ്റണം. ഇതിനെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് ശരിയാക്കി എടുത്തൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്യണം. 0/0 കിട്ടിക്കഴിഞ്ഞാൽ തെറ്റാണ്, മനസ്സിലായി? നമ്മളത് വീണ്ടും അതിനെ ശരിയാക്കി എടുക്കണം, അതാണ് ഉദ്ദേശം. ഓക്കെ, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ 0/0 എന്ന് വന്നെന്ന് പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ ചെയ്ത് വന്നപ്പം ഇപ്പം 0/2 എന്നായിരുന്നിരിക്കട്ടെ, സപ്പോസ് 0/2 എന്നായിരുന്നു, 0/0 അല്ല 0/n നമ്പർ ആയിരുന്നിരിക്കട്ടെ. അപ്പം എന്ത് വരും ആൻസർ? 0/2 ആണെങ്കിൽ അത് 0 വരും അല്ലേ, അല്ലെങ്കിൽ 0 ഡിവൈഡ് ബൈ n നമ്പർ നമുക്ക് 0 കിട്ടും. 0 വന്നോട്ടെ, കുഴപ്പമില്ല, 0 വരാം കേട്ടോ. പക്ഷേ 0/0 അല്ലെങ്കിൽ എനി നമ്പർ ഡിവൈഡ് ബൈ 0 വരാൻ പാടില്ല. മനസ്സിലായോ? അത് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 അങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്കി, അപ്പോൾ എനിക്ക് ഇങ്ങനെ 0/0 അല്ലാത്തൊരു ഫോമിലോട്ട് ഇതിനെ മാറ്റണം. എങ്ങനെ മാറ്റാൻ പറ്റും? നിങ്ങൾ ആ ന്യൂമറേറ്ററിലോട്ടൊന്ന് നല്ലതുപോലെ നോക്കിക്കേ. എക്സ് സ്ക്വയർ മൈനസ് 4 ഇങ്ങനെ ഒരാളിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് 4 അല്ലെങ്കിൽ ഈ ഒരു ഫോമിലുള്ള ആളിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ഐഡൻറ്റിറ്റി പണ്ട് പഠിക്കാറുണ്ട്, നമ്മുടെ ഹൈസ്കൂൾ ക്ലാസ്സുകളൊട്ടേ പഠിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. എന്താണെന്ന് അറിയാമോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇഫ് എ ആൻഡ് ബി ആർ 2 നമ്പേഴ്സ് ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. നോക്കിക്കേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ? അപ്പം ഞാൻ പറയുവാണ്, ഇവിടെ എന്താണ്? എ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ആണ് അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് പകരം 4 അല്ലേ കിടക്കുന്നത്? 4 അല്ലേ? അപ്പോൾ 4നെ നമുക്ക് എന്താക്കണം? ഒരു സ്ക്വയറുള്ള ടേമിലോട്ട് ആക്കണം. 4 എന്ന് പറയുന്ന നമ്പറായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഒരു സ്ക്വയർ ടേമിലോട്ട് ആക്കാം. എങ്ങനെ ആക്കാം? 4 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാ? 2 സ്ക്വയർ അല്ലേ? 2വിൻ്റെ സ്ക്വയർ ആണ് 4. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ അല്ലേ? അതല്ലേ എക്സ് സ്ക്വയർ മൈനസ് 2വിൻ്റെ സ്ക്വയർ 4. അത് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്? ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വന്നാൽ എങ്ങനെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പോൾ ഇതിന് എന്തെഴുതാം? എക്സും 2 ആണ്, എയും ബിയും. അപ്പോൾ എ പ്ലസ് ബി എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കേട്ടോ. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ എന്തെഴുതാം? നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 4ന് പകരം എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. കണ്ടോ? ഇങ്ങനെ എഴുതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യാടാ? മുകളിൽ ഒരു എക്സ് മൈനസ് 2 ഉണ്ട്, താഴെ ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. മുകളിലും എക്സ് മൈനസ് 2 ഉണ്ട്, താഴെ എക്സ് മൈനസ് 2 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളഞ്ഞൂടെടാ. മുകളിലും താഴെയും നമ്മൾ 2 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കളയാം. അപ്പം നമുക്ക് എന്ത് വന്നു? എക്സ് പ്ലസ് 2 എന്ന് വന്നു. ഇനി നോക്കിക്കേ, ഇനി എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന വാല്യൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്കൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് പ്ലസ് 2 എന്ത് വരും? എക്സ് കാണുന്നിടത്ത് ഇനി നിങ്ങൾ നേരത്തെ മനസ്സിൽ വിചാരിച്ച പോലെ എക്സ് കാണുന്നിടത്ത് അങ്ങ് 2 ഇട്ട് കൊടുക്കാം. അപ്പോഴോ 2 പ്ലസ് 2 എന്ന് വരും. 2 പ്ലസ് 2 അഥവാ 4 എന്ന് വരും. ഇപ്പം നമുക്കൊരു വാല്യൂ കിട്ടിയോ? കിട്ടിയില്ലേ? ഇപ്പം നമുക്ക് 0/0 ആണോ കിട്ടിയത്? അല്ലെങ്കിൽ 4/0 ആണോ കിട്ടിയത്? അല്ല, ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ 4. നമുക്കൊരു പെർഫെക്റ്റ് നമ്പർ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 4 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി 0 ഡിവൈഡ് ബൈ എനി നമ്പർ ഡിവൈഡ് ബൈ 0 ആ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം? നമ്മൾ അതിനെ ഒന്ന് അടുക്കി പറക്കി മാറ്റിയിട്ട് വേറെ ഫോമിലോട്ട് കൊണ്ടുവന്നിട്ട് ആൻസർ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 വെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2.
എങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 4x അല്ലേ ഡിവൈഡഡ് ബൈ x² മൈനസ് 4 ഇങ്ങനെയല്ലേ കിട്ടിയത്. നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ എക്സിൻ്റെ വാല്യൂ 2 എക്സ് ടെൻസ് ടു 2 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ആദ്യം ചെയ്യുന്ന പോലെ എക്സ് കാണുന്നിടത്തെല്ലാം 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും 2 ക്യൂബ് അല്ലേ മൈനസ് 4 × 2² പ്ലസ് 4 × 2 ഡിവൈഡഡ് ബൈ 2² മൈനസ് 4 അല്ലേ. അപ്പോഴോ 8 2ൻ്റെ ക്യൂബ് 8 ആണേ മൈനസ് 4 × 2ൻ്റെ സ്ക്വയർ എത്ര 4 4 × 4 16 മൈനസ് 16 പ്ലസ് 4 × 2 8 ഡിവൈഡഡ് ബൈ 2² മൈനസ് 4 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 4 അല്ലേ. നോക്കിക്കേ 8 പ്ലസ് 8 പ്ലസ് 8 എത്ര 8 8 16 16 മൈനസ് 16 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4 എന്താ 0. അപ്പം നമുക്കിത് ചെയ്തു വരുമ്പോൾ എന്ത് വരുടാ 16 മൈനസ് 16 0 0 ഡിവൈഡഡ് ബൈ 0 എന്താണ് 0 ഡിവൈഡ് ബൈ 0 0 ആണോ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 ഡിവൈഡഡ് ബൈ 0 എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 വന്നു. അപ്പം നമുക്ക് എന്താ നോട്ട് ഡിഫൈൻഡ് ഫോമിൽ വന്നു. അപ്പോൾ നമുക്ക് നോട്ട് ഡിഫൈൻഡ് ഫോമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇല്ല. അപ്പം നമ്മൾ എന്ത് വേണം അപ്പം നമ്മൾ അതിനെ നമ്മുടെ നോർമൽ ഫോമിലേക്ക് കൊണ്ടുവരണം. നോർമൽ ഫോം എന്ന് പറയുമ്പോൾ നോർമൽ ഫോം അല്ല. അപ്പോൾ നമുക്ക് 0/0 ഫോമിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ 0/0 ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, അത് ലിമിറ്റ് ആക്കി എഴുതാൻ പറ്റുമോ ആൻസർ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് വേണം നമ്മളപ്പോൾ അതിനെ ആ ഒരു ഫോമിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊന്ന് അടുക്കി പറക്കി കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ശരിയായ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എക്സിന് പകരം ഇവിടെ 0 കൊടുത്ത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുമോ കിട്ടത്തില്ല. മനസ്സിലായോ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം നോക്കിക്കേ. അപ്പോൾ ഇത് 0 കിട്ടുമെന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഒന്ന് മായ്ക്കുവാണേ റബ്ബ് ചെയ്യുവാണേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 4x ഡിവൈഡഡ് ബൈ x² മൈനസ് 4 കണ്ടോ. ഓക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. നോക്കിക്കേ ഇത് എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് ഒറ്റയടിക്ക് മുകളിലും താഴെ എന്തെങ്കിലും കട്ട് ചെയ്ത് പോകാനായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, എന്തെങ്കിലും കട്ട് ചെയ്ത് പോവോ ഇല്ല. മുകളിൽ നിങ്ങൾ നോക്കിക്കുക ന്യൂമറേറ്റർ ഒരു ക്യൂബിക് പോളിനോമിയൽ ഫോമിൽ കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ പോളിനോമിയലിൻ്റെ ക്ലാസ് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. 3rd ഡിഗ്രി ഉള്ള പോളിനോമിയലാണ് നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മുകളിലൊരു ക്യൂബിക് പോളിനോമിയലിൻ്റെ ഫോമിലാണ്. താഴെ നോക്കിക്കേ താഴെ ഒരു 2nd ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് കോമൺ ആയിട്ട് കട്ട് ചെയ്ത് പോകാൻ പറ്റുമൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുവാണ് നോക്കിക്കേ ഈ ഫസ്റ്റത്തെ മുകളിലെ ന്യൂമറേറ്ററിൽ എല്ലാ ടേംസിലും ഒരു എക്സ് ഉണ്ടല്ലോടാ. എല്ലാ ടേംസിലും എക്സിൽ എക്സ് ക്യൂബിലുണ്ട് x² എക്സിലുണ്ട്. ഞാൻ വിചാരിക്കുവാണ് ആ എക്സിനെ ഞാൻ ഇനി എടുത്താലോ, എല്ലാവരുടെ കയ്യിൽ നിന്നും ഓരോ എക്സിനെ ഇങ്ങനെ പിടിച്ച് മാറ്റി വെച്ചാലോ. എടുക്കാം. ഞാൻ പറയുവാണ് ഒരു എക്സിന് ഞാൻ ഇങ്ങനെ എടുത്തു. എക്സിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കിതിനെ എങ്ങനെ എഴുതാം, എക്സ് ക്യൂബിൽ നിന്ന് ഞാനവിടെ എക്സിനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ x² എന്ന് എഴുതാം അല്ലേ. x² മൈനസ് 4x² എന്നൊരു എക്സിനെ എടുത്താലോ 4x അല്ലേ പ്ലസ് 4 ഇങ്ങനെയല്ലേ കിട്ടുന്നേ. ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. x × x² എക്സ് ക്യൂബ് മൈനസ് 4x × x 4x² പ്ലസ് 4 × x 4x അല്ലേ ഡിവൈഡഡ് ബൈ x² മൈനസ് 4 ഇങ്ങനെ വരത്തില്ലേ. ക്ലിയർ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ, നല്ലതുപോലെ നോക്കിക്കേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നിങ്ങൾ ഈ ഇതിനകത്ത് കിടക്കുന്ന ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേം കണ്ടോടെ x² മൈനസ് 4x പ്ലസ് 4 അല്ലേ. x² മൈനസ് 4x പ്ലസ് 4 ഈ ഒരു പോളിനോമിയലിനെ ഇത് 2nd ഡിഗ്രി പോളിനോമിയലിനെ നമുക്കൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. x² മൈനസ് 4x പ്ലസ് 4 അല്ലേ. ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് 2 ഫാക്ടേഴ്സ് കിട്ടും. അതായത് 2 നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 ടേംസിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറായിട്ട് എനിക്ക് ഈ ഒരു സിംഗിൾ ടേമിനെ എഴുതാൻ പറ്റും. x² മൈനസ് 4x പ്ലസ് 4 എന്ന് പറയുന്ന 2nd ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള പോളിനോമിയലിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് ആ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എന്ത് എഴുതാൻ പറ്റൂടാ, x² മൈനസ് 4x പ്ലസ് 4 എന്നുള്ളതിനെ എനിക്കൊന്ന് ഫാക്ടറൈസേഷൻ ചെയ്യുവാണ് ഞാൻ. അപ്പോൾ ശ്രദ്ധിക്കൂ
ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, എക്സിൻ്റെ ടേം ഉണ്ട്, ഒരു കോൺസിൻ്റെ ടേം ഉണ്ട്. കോൺസിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ എക്സിൻ്റെ ഒന്നും അല്ലാത്ത ഒരു നമ്പർ മാത്രം നിൽക്കുന്ന ടേമിനെയാണ് കോൺസിൻ്റെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ +4 കണ്ടോ, നമ്മൾ ഇതിനകത്ത് നിന്ന് അതായത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയൽ കിട്ടിയാൽ അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ പോളിനോമിയലിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളിതിൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ കോൺസിൻ്റെ ടേം കണ്ടോ, നമുക്ക് എനിക്കറിയാം 2 ഫാക്ടർ ഉണ്ടായിരിക്കും അല്ലെ, 2 ഫാക്ടർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ടേം. ഏതോ 2 നമ്പർ, ആ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ സി അഥവാ +4 എന്ന് പറയുന്ന സാധനം കിട്ടും. ഓക്കെ, ഇനി ആ സെയിം നമ്പർ തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് -4 കിട്ടും. എന്താണ്ടാ, 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് +4 കിട്ടണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് -4 കിട്ടണം. ഏതായിരിക്കും ആ നമ്പർ? ആലോചിച്ച് നോക്കിക്കേ, ഏതൊക്കെ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് +4 കിട്ടുമെന്ന് ആലോചിക്കാം. ഏതൊക്കെ ആയിരിക്കും? ആലോചിക്കുക, ഞാൻ പറയുവാണ്, +4 എനിക്ക് കിട്ടണം. ഒന്നുകിൽ എന്ത് ചെയ്യാം, 1ഉം 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 4 കിട്ടും അല്ലേ. അതുപോലെ തന്നെ അല്ലെങ്കിൽ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് 4 കിട്ടും, +4 കിട്ടും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഇല്ലേ, 1ഉം 4ഉം ഓക്കെ, 2ഉം 2ഉം ഓക്കെ, -1ഉം -4ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്? -ഇൻറ്റു മൈനസ് പ്ലസ് 1 × 4 4 കിട്ടും അല്ലേ. -1ഉം -4ഉം, അപ്പോഴും എനിക്ക് 4 കിട്ടി. ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്തായിരിക്കും? -2ഉം -2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -2ഉം -2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? -ഇൻറ്റു മൈനസ് പ്ലസ് 2 × 2 4 കിട്ടി. അപ്പോൾ എനിക്കൊരു 4 ജോഡി നമ്പർ കിട്ടി അല്ലേടാ. 1ഉം 4ഉം 2ഉം 2ഉം -1ഉം -4ഉം -2ഉം -2ഉം അല്ലേ. ഇനി എന്താ എനിക്ക് നോക്കേണ്ടത്? ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് വരുന്ന നമ്പർ എന്ന് അറിയണം. അത് തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് വേണം? നമ്മൾ രണ്ടാമത്തെ ടേമിലോട്ട് വരണം. -4x അല്ലെങ്കിൽ -4 എന്ന് പറയുന്ന ടേമിലോട്ട് വരണം. എന്താ പറഞ്ഞേ? 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേണം? +4 കിട്ടണം. അതുപോലെ തന്നെ ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വേണം? -4ഉം വിടണം അല്ലേ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -4ഉം വരണം. നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോൾ 1ഉം 4ഉം ആണ് എടുത്തത്. 1ഉം 4ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 4 1 5 5 അല്ലേ. -4 ആണോ? അല്ല. അപ്പോൾ അതായിരിക്കുമോ നമ്പർ? അതല്ല. അങ്ങനെയല്ലേ എലിമിനേറ്റ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചു. ഇനി എന്ത് വേണം? ആ നമ്പർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നോക്കുക. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴും ഈ നടുക്കത്തെ മിഡിലെ വാല്യൂ ആണ് കറക്റ്റായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം എന്താണെന്ന്, അതായിരിക്കും നമ്പേഴ്സ് എന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു? ഞാനിപ്പോൾ 1ഉം 4ഉം എടുത്തപ്പോൾ 4 1 5, 4 1 കൂടി കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 4 1 5 വന്നു അല്ലേ. ഇനി 4 1 കൂട്ടുമ്പോൾ 5 വന്നു, 4 1 കുറയ്ക്കുമ്പോൾ 3 വന്നു. -4 ആണോ വരുന്നത്? അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്? ഈ 4ഉം 1ഉം എന്ന് പറയുന്ന നമ്പേഴ്സ് അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുപോലെ -4ഉം -1ഉം അത് നോക്കിയാലും -4ഉം -1ഉം കൂട്ടുമ്പോൾ -5 വരും അല്ലേ. അപ്പോൾ -5 ആണ്. അപ്പോൾ അതും അല്ല, ആ പേരും അല്ലെന്ന് മനസ്സിലായി. ഇനി എന്ത് വേണം? ഇനി ആരാ ഉള്ളത്? 2ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 2ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 2 + 2 4 ആണ് വരുന്നത്. 4 അല്ലേ. 4 ആണോ ഇവിടെ? 4 അല്ല, -4 ആണ്. അപ്പോൾ അതല്ല. ഇനി 2ഉം 2ഉം കൂടി മൈനസ് ചെയ്യുവാണെങ്കിലോ 2 - 2 0 ആവും. 0യും അല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2ഉം 2ഉം ഉള്ള ആ ജോഡി അല്ലെന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? ഇനി ആരാണ് റിമൈനിങ്? -2ഉം -2. നോക്കിക്കേ, -2ഉം -2 ഒന്ന് കൂട്ടി നോക്കിക്കേ. -2 + -2 നമുക്കറിയാം. മാത്സിൻ്റെ അഡീഷൻ റൂളിൽ നമ്മൾ കൊച്ചിലേ തൊട്ടേ പഠിക്കുന്ന കാര്യമാണെന്ത്? ഒരേ ചിഹ്നമുള്ള 2 നമ്പേഴ്സ് തമ്മിൽ വന്നാൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം കൊടുക്കണം. ഇതാണ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ. അപ്പോഴോ -2ഉം -2ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -4 വരും അല്ലേ. അല്ലെങ്കിൽ ആദ്യം 2ഉം 2ഉം കൂടി കൂട്ടിയിട്ട് 4, എന്നിട്ട് 2 പേർക്കും ഒരേ ചിഹ്നമല്ലേ, 2 പേർക്കും മൈനസ് തന്നെ അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? മൈനസ് ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കാം. അതായത് -2 എന്ന് പറഞ്ഞാൽ -4 ആണ് അല്ലേ. -4 ആണെന്ന് കിട്ടും. അപ്പോൾ 2 കൂടി ഗുണിക്കുമ്പോൾ 4ഉം കിട്ടി അല്ലേ. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തപ്പോൾ -4ഉം കിട്ടി. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? -2ഉം -2 അല്ലേ. -2ഉം -2 അല്ലേ. എങ്ങനെയാണ്
ഈ പോളിനോമിൽ നിന്ന് അതിൻ്റെ ഫാക്ടേഴ്സ് കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് നമുക്ക് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതി കൂടെ ഇടാം. അതിനെ എക്സ് സ്ക്വയർ മൈനസ് 4x + 4നെ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പം ഞാൻ പറയുകയാണ്, ആ കാണുന്ന ഈ എക്സ് സ്ക്വയർ മൈനസ് 4x + 4ന് പകരം എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു കൊടുക്കുകയാണ്. എക്സ് ഇൻറ്റു ഫസ്റ്റ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു. ഇത്രയും ഓക്കെ ആണോ? ഇവിടെ ലിമിറ്റ് എഴുതണേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ ആരുണ്ട്? എക്സ് സ്ക്വയർ മൈനസ് 4 ഉണ്ട്. ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് 4 ഉണ്ട്. അതിന് നമുക്ക് അങ്ങനെ ഇട്ടാൽ മതിയോ? അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നേരത്തെ ചെയ്ത തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റിന് പറഞ്ഞായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് 4 വന്നാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം അല്ലേ? സിംപ്ലിഫൈ ചെയ്താലോ? എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വന്നാൽ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വന്നാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4 വന്നാൽ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 4ന് പകരം 2 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് ബി എഴുതാമല്ലോ. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 കണ്ടോ? ഇങ്ങനെയല്ലേ വരുന്നേ? നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്തൂടെ? എക്സ് മൈനസ് 2 കട്ട് ചെയ്തു, അല്ലെ? എക്സ് മൈനസ് 2 കട്ട് ചെയ്തു അല്ലേ? ഇനി എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് മൈനസ് 2 ബൈ എക്സ് പ്ലസ് 2 അങ്ങനെയല്ലേ വരുന്നേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സിൻ്റെ വാല്യൂ കൊടുത്ത് നോക്കാം. 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോഴോ എക്സ് ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 2 2 ഇൻറ്റു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 അല്ലേ? അപ്പോഴോ 2 ഇൻറ്റു 2 മൈനസ് 2 എന്താടാ? 2 ഇൻറ്റു 2 മൈനസ് 2 0 2 ഇൻറ്റു 0 0 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 4 അഥവാ 0/4 എന്ന് വരും. 0/4 എന്താ? 0. ഈ 0/4 കണ്ടുപിടിച്ചിട്ട് വീണ്ടും അയ്യോ ഇത് പറ്റുന്നില്ല 0 ആയിപ്പോയെന്ന് പറയാൻ പറ്റുമോ? 0 വന്നാൽ കുഴപ്പമില്ല, 0/4 വന്നാൽ പ്രശ്നമില്ല. പക്ഷേ 0/0 വരരുത്. ഓക്കെ, ഇനി നമ്പർ ബൈ 0 വരരുത്. 0/0 0/4 വരെയോ 5 വരികയോ 6 വരെ എന്ത് വേണമെങ്കിലും വന്നോട്ടെ. ഓക്കെ, 0 എനി നമ്പർ വന്നോട്ടെ, പ്രശ്നമില്ല. 0/0 വരരുത്, അല്ലെങ്കിൽ എനി നമ്പർ ഡിവൈഡ് ബൈ 0 വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഉത്തരം റോങ് ആണ്. അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റാണ്. മനസ്സിലായല്ലോ? അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തു തരണം. ഓക്കെ, മനസ്സിലായോ? എവിടെയെങ്കിലും ചെയ്തു വരുന്ന വഴിക്ക് സ്റ്റെപ്പ് തെറ്റിയിട്ട് വാല്യൂ തെറ്റിയാൽ തെറ്റായിപ്പോവും. ഞാൻ പറഞ്ഞത് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? 0 ഫസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 0/0 ഫോമിൽ വന്നാൽ നമുക്ക് അങ്ങനെ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എനി നമ്പർ ബൈ 0 ഫോമിൽ വന്നാൽ നമുക്ക് അങ്ങനെ ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരും, സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു റിസൾട്ട് പഠിച്ചാലോ? നോക്കിക്കേ, നമ്മളിങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അത്രയും ടൈം ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സിംപ്ലി ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ചില റിസൾട്ടുകൾ പഠിക്കുന്നത്. നോക്കിക്കേടാ, എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് റേസ്ഡ് 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്നിരിക്കട്ടെ, വാല്യൂ ഇത് കറക്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റേസ്ഡ് 4 മൈനസ് എക്സ് റേസ്ഡ് 4 മൈനസ് 16 ബൈ എക്സ് മൈനസ് 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിന് മുന്നേ ഒരു ഐഡന്റിറ്റി പഠിക്കാം. നോക്കിക്കേ, എന്താണ് ഐഡന്റിറ്റി? എന്താ പറയുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ്ഡ് ടു എൻ മൈനസ് എ റേസ്ഡ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ്ഡ് ടു എൻ മൈനസ് 1. എൻ ഇൻറ്റു എ റേസ്ഡ് ടു എൻ മൈനസ് 1 എന്താടാ? ലിമിറ്റ് എക്സ് റേസ്ഡ് ടു എൻ മൈനസ് എ റേസ്ഡ് ടു എൻ. കണ്ടോ? എക്സ് റേസ്ഡ് ടു എൻ മൈനസ് എ റേസ്ഡ് ടു എൻ. ഞാൻ പറയാം എക്സ് റേസ്ഡ് ടു എൻ. ഞാൻ പറയാണ്ട് ഒരു നമ്പർ ഇപ്പം എക്സ് റേസ് ടു 3 എന്നിരിക്കട്ടെ. എക്സ് റേസ് ടു 3 മൈനസ് എ റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ അല്ലേ? ഇവിടെ എന്നിന് പകരം എന്താ? എന്നിന് പകരം ഇവിടെ എന്താ? 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു എന്ത് വരും? എ റേസ് ടു 3 മൈനസ് 1 അല്ലേ? 3 മൈനസ് 1. അപ്പോൾ 3 ഇൻറ്റു എ റേസ് ടു 3 മൈനസ് 1 3 സ്ക്വയർ 3 ഇൻറ്റു എ സ്ക്വയർ.
ഇതാണ് ആ ഉദ്ദേശിച്ചത്. ഞാനിവിടെ വേറെ ഒന്നും ചെയ്തില്ല. എന്താണ്, ഇവിടെ എക്സിന് പകരം ഒരു വാല്യൂ കൊടുത്തേ ഉള്ളൂ. മനസ്സിലായോ? എക്സിന് പകരം അല്ല, എന്നിന് പകരം ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുത്തേ ഉള്ളൂ. എന്താണ് നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഞാൻ എന്നിന് പകരം ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുത്തു. അപ്പോഴോ എക്സ് റേസ് ടു 3 മൈനസ് എ റേസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്നിന് പകരം 3 ആണ്. എന്നിന് പകരം 3 കൊടുത്തു. 3 ഇൻറ്റു എൻ ഇൻറ്റു അപ്പോൾ 3 ഇൻറ്റു എ റേസ് ടു 3 മൈനസ് 1 3 മൈനസ് 1 2 3 ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. കണ്ടോ? അപ്പം നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്ത് സ്റ്റെപ്പ് ഇട്ട് ചെയ്ത് നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. എക്സ് റേസ് ടു എൻ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആണ്. ഓക്കെ ആണല്ലോ? അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ലിമിറ്റ് ഇവിടെ ലിമിറ്റ് ഒന്നുണ്ട് കേട്ടോടാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എന്നോ ഉണ്ടേ. എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 16 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഉണ്ടോ? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്തൂടെ? ഫോമിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ഇവിടെ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഫോം അല്ല. ഇവിടെ വെറും നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ആക്കണം. എ റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ പവറും ഇതിൻ്റെ പവറായിട്ട് എഴുതാൻ പോകുന്ന നമ്പറിൻ്റെ പവറും ഒന്നായിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 16 എന്നാണ് കൊടുത്തേക്കാം. ഞാനിപ്പോൾ 16 റേസ് ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പവറായി അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ കൊടുത്ത എക്സിൻ്റെ പവർ തന്നെയാണോ ഇതെന്നുകൂടി കൺഫേം ചെയ്യണം. ഓക്കെ എക്സിൻ്റെ പവർ ഇവിടെ 4 ആണ്. പക്ഷേ ഇവിടെ 16 റേസ് ടു 1 എന്ന് കൊടുത്താൽ എന്താണ്? അവിടെ 16ൻ്റെ പവർ 1 ആവുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? ഈ 16നെയും വേറെ ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ പവറാക്കി എഴുതണം. പവറാക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, അത് എന്തായിരിക്കണം? ഈ എക്സ് റേസ് ടു 4 എന്ന് പറയുന്ന 4 എന്ന് പറയുന്ന പവറിൽ തന്നെ വരികയും ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കതിന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് ആലോചിക്കുക. 2 റേസ് ടു 4 എന്താടാ? 2 റേസ് ടു 4 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ എഴുതിക്കൂടെ? 2 2 4 4 8 8 2 16. അപ്പോൾ എനിക്ക് ഈ എക്സ് റേസ് ടു എനിക്ക് 16ന് പകരം 2 റേസ് ടു 4 എന്ന് എഴുതിക്കൂടെ? 16ന് പകരം. അപ്പോൾ എന്തെഴുതാം? എക്സ് റേസ് ടു 4 മൈനസ് 16ന് പകരം ഞാൻ എന്തെഴുതി? 2 റേസ് ടു 4 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. കണ്ടോ? എക്സ് റേസ് ടു 4 മൈനസ് 2 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇനി നോക്കിക്കേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ 2 അല്ല, എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 4 മൈനസ് 2 റേസ് ടു 4 ബൈ എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എൻ എന്താ ഇവിടെ? എന്നിന് പകരം 4 ആണ്. എന്നിന് പകരം 4 ആണ്. 4 ഇൻറ്റു എ റേസ് ടു എ എന്താണ്? 2 അല്ലേ? 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1 4 മൈനസ് 1. സോ 4 ഇൻറ്റു 2 റേസ് ടു 4 മൈനസ് 1 2 റേസ് ടു 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3. 4 ഇൻറ്റു 2 റേസ് ടു 3 2 റേസ് ടു 3 എന്താ? 2 ക്യൂബ്. 4 ഇൻറ്റു 2 ക്യൂബ് 4 ഇൻറ്റു 2 ക്യൂബ് 8. 4 ഇൻറ്റു 8 എന്ന് വരും. സോ നമുക്ക് 8 4 32 എന്ന് വരും. സോ നമ്മുടെ ആൻസർ എത്ര വരുന്നത്? 32 എന്ന് വരും. ക്ലിയർ ആണോ? മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തതെന്ന്? ഫോർമുല യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 മൈനസ് 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണോ നോക്കിക്കേടെ? നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ല. എന്തായിരുന്നു? ലിമിറ്റ് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 അല്ലേ? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആയിരുന്നു. ഇവിടെയോ? പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചേടാ. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആയിരുന്നു അല്ലേ? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആയിരുന്നു. പക്ഷെ ഇവിടെയോടാ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആണോ? ഇവിടെ എക്ക് വേറെ, അതായത് താഴെ ഡിനോമിനേറ്റർ തന്നിരിക്കുന്ന ടേംസിനും പവർ ഉണ്ട്. നേരത്തെ തന്നിരിക്കുന്ന ടേംസിന്
എന്തായിരുന്നു, പവർ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് സിംപ്ലി ഇങ്ങനെ എഴുതായിരുന്നു അല്ലേ. ഇവിടെ പവർ ഉണ്ട്, അപ്പം നമുക്കതിന് എങ്ങനെ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു സിംപ്ലി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനെ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? ഞാൻ പറയും, ഇപ്പോൾ ഒരു ഫോമുലയൊക്കെ ഉണ്ട്. ആ ഫോമുലയിലേക്ക് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക ആ ഫോമുല നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ ആദ്യം പഠിച്ച ഫോമുല മാത്രമേ അറിയാവത്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ മാത്രമേ അറിയാവൂ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും നോക്കിക്കേ. ഞാൻ പറയുവാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 7 - 1 ഡിവൈഡഡ് ബൈ, ഞാൻ പറയുവാണ് ഈ രണ്ട് ടേമിനെയും ഞാൻ ഒരു എക്സ് മൈനസ് 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണ്? രണ്ട് ടേമിനെയും ഞാൻ എക്സ് മൈനസ് 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ബൈ എക്സ് റേസ് ടു 4 - 1 ബൈ എക്സ് മൈനസ് 1. കണ്ടോ, ഞാൻ രണ്ട് ടേമിനെ ഇങ്ങനെ ചെയ്തു. നോക്കിക്കേ, വാല്യൂവിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? രണ്ടുപേരെ ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വാല്യൂവിന് വരുമോ? ഇല്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ഫ്രാക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് മാറ്റം വരുത്തിയോ അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം വരും. രണ്ടുപേർക്കും ഒരുപോലെ ചെയ്താൽ പ്രശ്നമില്ല. അപ്പോൾ എക്സ് റേസ് ടു 7 - 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4 - 1 ബൈ എക്സ് മൈനസ് 1. ഇനി നോക്കിക്കേ, ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞൊരു ഫോമുലയുമായിട്ട് ബന്ധമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ. കണ്ടോ, ഇത് നോക്കിക്കേടാ, എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ ഫോമിൽ എഴുതാം. എഴുതിക്കൂടെ? ഞാൻ സെപ്പറേറ്റ് ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ലിമിറ്റ്, ഇതിപ്പോൾ രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ആൾജിബ്രയിൽ പഠിച്ചില്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി ഓഫ് എക്സ് എന്ന് എഴുതാമെന്ന് പഠിച്ചിട്ടില്ലേ? അത് തന്നെ നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. നോക്കിക്കേ, അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് പകരം എക്സ് റേസ് ടു 7 - 1 ബൈ എക്സ് മൈനസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്താണ്? എക്സ് റേസ് ടു 7 - 1 ബൈ എക്സ് മൈനസ് 1. ഈ ഒരു ഫോമിലല്ലേ? അപ്പോൾ എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 7 - 1 ബൈ എക്സ് മൈനസ് 1. ഇതിന് പകരം എന്തെഴുതാടെ? ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? നമ്മുടെ ഫോമുല എന്തായിരുന്നു? നമ്മുടെ ഫോമുല എന്തായിരുന്നു? എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ബൈ എക്സ് മൈനസ് എ. അതിനെ നമ്മൾ n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 എഴുതിയില്ലേ? അപ്പോൾ എക്സ് റേസ് ടു 7 മൈനസ് 1ന് പകരം ഞാൻ 1 റേസ് ടു 7 എന്ന് എഴുതി. 1 റേസ് ടു എനി നമ്പർ എന്താണ്? 1 തന്നെയല്ലേ? സോ എക്സ് റേസ് ടു 7 മൈനസ് 1 റേസ് ടു 7 ബൈ എക്സ് മൈനസ് 1 അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇവിടെ എങ്ങനെ വരും? എക്സ് റേസ് ടു 4 മൈനസ് 1ന് പകരം 1 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് എഴുതി. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഫോമിൽ കിട്ടിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. കണ്ടോ, n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. അപ്പോൾ n ഇൻറ്റു n ഇവിടെ എത്ര? 7 അല്ലേ? 7 ഇൻറ്റു എ റേസ് ടു 1 റേസ് ടു n മൈനസ് 1. 7 മൈനസ് 1 6. 7 ഇൻറ്റു 1 റേസ് ടു 6 എന്ന് വരും അല്ലേ? ഡിവൈഡഡ് ബൈ ഇവിടെയോ എക്സ് റേസ് ടു 4 മൈനസ് 1 എക്സ് റേസ് ടു 4 മൈനസ് 1 റേസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇവിടെയോ ഇവിടെയും n ഇൻറ്റു എക്സ് റേസ് ടു അല്ലെ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 എഴുതാം. അപ്പോൾ എന്തെഴുതാം? 4 ഇൻറ്റു 1 റേസ് ടു അല്ലെ n ഇൻറ്റു 1 റേസ് ടു 4 ഇൻറ്റു 1 റേസ് ടു 4 മൈനസ് 1. 4 മൈനസ് 1 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ നമുക്ക് എന്തുണ്ട്? 7 ഇൻറ്റു 1 റേസ് 6. 7 ഇൻറ്റു 1 റേസ് ടു എനി നമ്പർ 1 തന്നെയാണ്. സോ 7 ഇൻറ്റു 1 7 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 റേസ് ടു 1 ക്യൂബ് 1 തന്നെയാണ്. സോ 7/4 എന്ന് വന്നു കേട്ടോ. നമുക്കതപ്പോൾ ചെയ്തു വന്നപ്പോൾ എന്താ ആൻസർ വന്നേ? 7/4. അപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു ഫോമുല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോമുലയിലോട്ട് ആക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? അത് ക്ലിയർ ആയോ എങ്ങനെയാണെന്ന്? ആയി. നോക്കിക്കേടേ, നമ്മളിപ്പോൾ ഒരു നിങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് പോലത്തെ എക്സാമിനൊക്കെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം ലിമിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? ടൈം ലിമിറ്റ് ഉള്ള എക്സാം അല്ലേ? നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം വരാം. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്ക് കുറച്ചൊരു ഷോർട്ട് കട്ട് ഫോമുലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് വേറൊരു ഫോമുലയോട് പരിചയപ്പെടാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിക്കേ, നമ്മുടെ വേറൊരു ഫോമുല എൻ്റെ അടുത്തുണ്ട്. കണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു m മൈനസ് എ റേസ് ടു m ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു n മൈനസ് എ റേസ് ടു n ആണെങ്കിൽ m/n ഇൻറ്റു എ റേസ് ടു എന്നാണ്. ഇത്
ഇവിടെ എ റേസ് ടു എന്നാണ്, എ റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാം. എന്താണ് നേരത്തെ തന്നത്? നേരത്തെ പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്തായിരുന്നു? എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ആയിരുന്നെങ്കിൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആയിരുന്നു. അതായത് ഇവിടെ രണ്ടുപേരുടെയും പവർ സെയിം ആയിരുന്നു. ഇവിടെ നോക്കിക്കേ, എക്സ് റേസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം കേട്ടോ, എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ. കണ്ടോ ഡിഫറൻ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ വരും നമുക്ക് എം ബൈ എൻ ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് നോക്കാം. എക്സ് റേസ് ടു 7 മൈനസ് 1 അല്ലെ, എക്സ് റേസ് ടു 7 മൈനസ് 1 പകരം 1 റേസ് ടു 7 എഴുതാം. എക്സ് റേസ് ടു 7 മൈനസ് 1 റേസ് ടു 7 ബൈ എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു 4 മൈനസ് 1 അല്ലേ, അപ്പോൾ എക്സ് റേസ് ടു 4 മൈനസ് 1 പകരം 1 റേസ് ടു 4 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 ആയിരുന്നു നേരത്തെ. പക്ഷേ ഇവിടെയോ ഇങ്ങനൊരു കേസ് വന്നു, ഡിഫറെൻറ്റ് പവേഴ്സ് വന്നാൽ എം ബൈ എൻ ഇൻറ്റു എന്താണ്? എം ബൈ എൻ. എം എന്താണ് ഇവിടെ? 7/4. 7/4 ഇൻറ്റു എം ബൈ എൻ ഇൻറ്റു എന്താണ്? എം എ റേസ് ടു എം മൈനസ് എൻ. എ എന്താണ്? 1 അല്ലേ, 1 റേസ് ടു എം മൈനസ് എൻ. 7 മൈനസ് 4. 7 മൈനസ് 4 എത്രയാണ്? 7/4 ഇൻറ്റു 1 റേസ് ടു 7 മൈനസ് 4 3 1 ക്യൂബ്. 7/4 ഇൻറ്റു 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? സോ നമുക്ക് 7/4 ഇൻറ്റു 1 ആൻസർ എന്ത് വന്നു? 7/4 തന്നെ വന്നു. അതായത് എത്ര സിമ്പിൾ അല്ലേ? നമ്മൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഈ ഒരു ഫോമിൽ വെച്ച് ചെയ്തില്ലേ? നേരത്തെ ആണെങ്കിലോ നേരത്തെ പറഞ്ഞ ഫോമിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചൊരു ടൈം എടുക്കും. അപ്പോൾ എന്താണ്? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് തന്നാൽ എക്സ് റേസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എം ബൈ എൻ ഇൻറ്റു എ റേസ് ടു എം മൈനസ് എൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്ന പോർഷന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.